രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റിന് നേരെയാണ് ഇപ്പോൾ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പീഡനവീരനെ താങ്ങുന്നവരെ സൂക്ഷിക്കണം എന്ന തലക്കെട്ടോടെ വിജിൻ മോഹനന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ചിത്രമാണ് പോസ്റ്ററിൽ ചേർത്തിരിക്കുന്നത്. കണ്ണൂർ ശ്രീകണ്ഠാപുരത്താണ് രാഹുലിനെ പിന്തുണച്ചതിന് പിന്നാലെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ വിജിനെതിരെ പ്രത്യക്ഷപ്പെട്ടത്. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി കൗൺസിലർ കൂടിയാണ് വിജിൻ. ഇതോടൊപ്പം യൂത്ത് കോൺഗ്രസിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള വിവിധ പോസ്റ്ററുകളും സമീപത്ത് ഒട്ടിച്ചിട്ടുണ്ട്. പേര് വെക്കാതെയുള്ള അവഹേളനങ്ങൾ ആയതിനാൽ തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് എതിർചേരിയിലുള്ളവർ ആകാമെന്ന സംശയമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പല നേതാക്കളുടെയും മേലുള്ള ആരോപണങ്ങളും അപഹാസ്യങ്ങളും സർവ്വസാധാരണമായ ഒരു ട്രെൻഡായി കേരളത്തിൽ തുടരുക പതിവാണെങ്കിലും രാഹുലിന്റെ വിഷയത്തിൽ അത് കുറച്ചുകൂടെ പ്രബലമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. രാഹുൽ വിഷയമെടുത്ത് കോൺഗ്രസിൽ അപ്പാടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും പല നേതാക്കളുടെയും കോൺഗ്രസിലെ പല നേതൃത്വത്തെയും ഉൾപ്പെടെ രാഹുലുമായി ചേർത്ത് കരിവാരി തേക്കാനുമുള്ള ശ്രമങ്ങളാണ് പല ഭാഗത്തു നിന്നുമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ രാഹുലിന് പിന്തുണ ഏകുന്നവർക്ക് നേരെ വിവിധ തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതേസമയം നിയമസഭയിൽ നിന്ന് രാഹുൽ എവിടേക്കാണ് പോയതെന്ന് ഉറ്റുനോക്കിയ ചിലരോട് ഒന്ന് പറയാനുണ്ട്. രാഹുൽ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. രാവിലെ നിർമാല്യം തൊഴുത് ഉഷപൂജയ്ക്കും അദ്ദേഹം പങ്കെടുത്തു. പമ്പയിൽ നിന്ന് കെട്ടിനിറച്ച് സന്നിധാനത്തേക്ക് പുറപ്പെടുകയായിരുന്നു. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണപ്പാളി എവിടെയെന്ന അന്വേഷണം ശക്തമാകുമ്പോൾ സർക്കാരിന് ഒരു വെല്ലുവിളി എന്നോണമാണ് രാഹുലിന്റെ മലചവിട്ട്.